10 ദിവസത്തെ സന്ദർശനത്തിനായി ഇഗ്നാത്തിയോസ് അപ്രേന്ത്യുതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്നലെ കേരളത്തിലെത്തി. ഇന്ന് രാവിലെ മലയക്കുരിശ് ദയറയിൽ അദ്ദേഹം കുർബാന അർപ്പിക്കും. വൈകിട്ട് 3:30 പാത്രിയാർക്ക സെന്ററിൽ നടക്കുന്ന യാക്കോബായ സുറിയാനി സഭയുടെ സിനഡിലും അദ്ദേഹം പങ്കെടുക്കും. വിവരങ്ങളുമായിട്ടാണ് തിയോഫിൻ എത്തിയിരിക്കുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അതുപോലെ തന്നെ എത്ര ദിവസം ഇവിടെ ഉണ്ടാകും, അതിൽ ഉള്ള കാര്യപരിപാടികളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ എങ്ങനെയാണ്? പ്രിയ, ഗുഡ് മോർണിംഗ്. 10 ദിവസത്തെ സന്ദർശനത്തിനായി ഇഗ്നാത്തിയോസ് അപ്രേന്ത്യുതീയൻ പാത്രിയാർക്കീസ് ബാവ ഇന്നലെ രാവിലെ 8 മണിയോടുകൂടിയാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. മലങ്കര യാക്കോബായ സഭയിലെ മെത്രോപ്പൊലിത്തമാരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെ സഭ ഒരുക്കിയത്. പിന്നീട് ഈ സെൻറ്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാളുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ബാവ പ്രധാനമായും കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ കബറിടത്തിൽ അദ്ദേഹം എത്തി പ്രാർത്ഥന നടത്തി. പിന്നീട് മലയക്കുരിശ് ദേറായിൽ തന്നെ ഇന്നലെ രാത്രി തങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെ 8:30 മലയക്കുരിശ് ദേറായിൽ അദ്ദേഹം ഇന്ന് കുർബാന അർപ്പിക്കുന്നുണ്ട്. പിന്നീട് പാത്രിയാർക്ക സെൻറ്ററിൽ, പുത്തൻകുരിശിന് സമീപമാണ് ഈ മലയക്കുരിശ് ദേറ. ഈ പുത്തൻകുരിശിലുള്ള പാത്രിയാർക്ക സെൻറ്ററിൽ അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം 3:30 ഈ മെത്രാന്മാരുടെ, ഈ സഭയുടെ മെത്രാപ്പോലിത്തമാരെല്ലാം പങ്കെടുക്കുന്നൊരു സിനഡുണ്ട്. ഈ സിനഡ് യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് 10 ദിവസത്തോളം അദ്ദേഹം ഇവിടെ ഉണ്ടാകും. 17-ാം തീയതിയാണ് ലെബനനിലേക്ക് അദ്ദേഹം തിരികെ പോവുക. പിന്നെ വിവിധ മേഖലകളിൽ നിന്ന് ഇന്ന് വൈകിട്ട് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സെൻറ്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക്, കാരണം ഈ ബസേലിയോസ് പ്രഥമൻ കാത്തോലിക്ക ബാബയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ സെൻറ്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി തീർത്ഥയാത്രകൾ വരുന്നുണ്ട്. ഈ തീർത്ഥയാത്രകളെല്ലാം വൈകിട്ട് 5:00 ഈ കത്തീഡ്രലിൽ സംഗമിക്കും. തുടർന്ന് അവിടെ ഒരു ധൂപ പ്രാർത്ഥനകൾ നടക്കും. ഈ ധൂപ പ്രാർത്ഥനയ്ക്ക് പാത്രിയാർക്കീസ് ബാവ നേതൃത്വം നൽകും. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമായും ഓർമ്മ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ. അതിന് നാളെ പാത്രിയാർക്കീസ് ബാവ തന്നെ നേതൃത്വം നൽകും. തുടർന്ന് മഞ്ഞരിക്കര ദേറായിലാവും അദ്ദേഹം ബാക്കി ദിവസങ്ങൾ ഉണ്ടാവുക. 17-ാം തീയതി ഈ സഭയുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾ കൂടി പങ്കെടുക്കും. അതിനുശേഷം അതിനിടയിൽ തന്നെ മെത്രാപ്പോലിത്തമാരുമായുള്ള കൂടിക്കാഴ്ചകളുണ്ട്. ഇതിനെല്ലാം ശേഷം 17-ാം തീയതി അദ്ദേഹം ലെബനനിലേക്ക് മടങ്ങിപ്പോകും. പ്രിയ, ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്.